ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഫ്ലൈ അസിസ്റ്റൻറ്റ് കോഴ്സ് ഇൻ ജർമ്മനി. ഞാൻ ഹൗസ് ബിൽഡിംഗ് നേഴ്സിങ്ങിൻ്റെ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ചിട്ടപ്പോൾ ആരോ കമൻറ്റ് ചോദിച്ചത് അസിസ്റ്റൻറ്റിൻ്റെ ചെയ്യാമോ എന്നും. അപ്പം അതിനെക്കുറിച്ചായിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 1 year to 2 years ഉണ്ട്. 1 year കോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ 2 years കോഴ്സും ഉണ്ട്. ഇത് നാട്ടിൽ നിന്ന് +2 കഴിഞ്ഞിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ജർമ്മൻ ലാംഗ്വേജ് മിനിമം അവർ പറയുന്ന ഇതെന്ന് പറയുന്നത് B1 ലാംഗ്വേജ് ആണ്. ബട്ട് ഇപ്പം കുറേ സ്കൂളിൽ B2 ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം ഏകദേശം ഒരു B1 എങ്കിലും നിങ്ങൾക്ക് മിനിമം ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു നേഴ്സിനെ അസിസ്റ്റൻ്റ് ചെയ്യുന്ന ജോലിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്ട്രെസ് ഇല്ല. ഇത് ഒരു നേഴ്സിൻ്റെ അത്രയും സ്ട്രെസ് ഇല്ല. ചെറിയ ചെറിയ ഡോക്യുമെൻറ്റേഷൻസ് കാണും, അല്ലാണ്ട് മെയിനായിട്ട് വലിയ ഡോക്യുമെൻറ്റേഷനും ഇല്ല. ബട്ട് ചെറിയ ഡോക്യുമെൻറ്റേഷൻ കാണും. പിന്നെ അതായത് ചെറിയ ജോലി എന്നല്ല ഞാൻ പറയണേ, ബട്ട് നമ്മളൊരു നേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന അത്രയും സ്ട്രെസ് എന്തായാലും കാണത്തില്ല. അപ്പം ഒരുപാട് സ്ട്രെസ്സ് താങ്ങാൻ പറ്റത്തില്ല, അതേസമയം മെഡിക്കൽ ഫീൽഡ് വേണം എന്ന് ആലോചിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഈ ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഒരുപാട് സ്ട്രെസ്സ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ലെങ്കിൽ ഐ പ്രിഫർ ഈ ഒരു കോഴ്സായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നിങ്ങളുടെ ചോയ്സ് എന്താണ് അങ്ങനെ ചെയ്യാൻ. പിന്നെ ചിലർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 3 year നേഴ്സിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചില പിള്ളേർ 1 year കോഴ്സ് ചെയ്യാറുണ്ട്. ചെയ്തിട്ട് ഒന്ന് എർഫാറിങ്, അപ്പം നമുക്കൊന്ന് കുറച്ചും കൂടെ നമുക്ക് മെഡിക്കൽ ടൈംസ് 3rd year കോഴ്സിലോട്ട് കയറുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ പിന്നെ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 900 സ്റ്റുഡൻറ്റ്, അതായത് 900 മണിക്കൂറാണ് നമ്മൾ പ്രാക്ടിക്കൽ സ്റ്റുഡൻറ്റ് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. ഇപ്പം നേഴ്സിങ്ങിനാണെങ്കിൽ 2100 സ്റ്റുഡൻ്റാണ് മണിക്കൂറുകളാണ് നമ്മൾ പ്രാക്ടിക്കൽ ഹവേഴ്സായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ആംബുലൻസ് അങ്ങനെ ചെയ്യേണ്ടത്. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ഈ 900 സ്റ്റുഡൻറ്റ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യും. അതായത് പഠിത്തവും അതോടൊപ്പം തന്നെ എന്താ പറയുന്നത്, നമുക്ക് പ്രാക്ടിക്കലും ഈ കോഴ്സിനും കാണും. ഇനിയും ക്ലാസ്സസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലാസ്സസിൽ ഞാൻ പറഞ്ഞല്ലോ തിയറിയും ഉണ്ട് പ്രാക്ടിക്കലും ഉണ്ടായിരിക്കും. അപ്പം ചില സ്കൂളുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മാസം തിയറി ക്ലാസ് ആയിരിക്കും, അതിൻ്റെ 1 മാസം പ്രാക്ടിക്കലായിരിക്കും. അതല്ലെങ്കിൽ ചില സ്കൂളുകളിൽ എന്ന് വെച്ചാൽ ഒരാഴ്ച ഒരു 2 ദിവസം തിയറി ആയിരിക്കും, ബാക്കിയുള്ള ദിവസം നമുക്ക് പ്രാക്ടിക്കലായിരിക്കും. ഇപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കും. അത് ഡിപ്പെൻസ്, സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ വേറെ കുറേ പേർക്കുള്ള ഡൗട്ടാണ്, ഈ അസിസ്റ്റൻറ്റ് കോഴ്സ് കഴിഞ്ഞവർക്കാണെങ്കിൽ ഡയറക്റ്റ് ഹൗസ് ബിൽഡിംഗ് 3rd yearലോട്ട് കയറാൻ പറ്റുമോ എന്നുള്ളത്. നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് അങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അത് പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഡിപ്പെൻസ്, സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബയൺ റീജിയണിൽ ഞാൻ കേട്ടതനുസരിച്ച് അവിടെ 3rd yearലോട്ട് ഇപ്പോൾ അസിസ്റ്റൻറ്റ് കോഴ്സ് കഴിഞ്ഞ് നമുക്ക് എർഫാറും അത് എക്സ്പീരിയൻസ് 2-3 വർഷം ഉണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. പക്ഷെ ചില സ്റ്റേറ്റുകളിൽ അത് പറ്റില്ല. 1 വർഷം കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഹൗസ് ബിൽഡിങ്, അതായത് നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തൊട്ടുള്ളത് പഠിക്കണം. നാട്ടിൽ നിന്ന് കുറേ ഏജൻസിക്കാർ പിള്ളേരോട് തട്ടിപ്പായിട്ട് പറയുന്നുണ്ട്, ലൈക്ക് ഈ അസിസ്റ്റൻറ്റ് കോഴ്സ് പഠിച്ച് കഴിഞ്ഞാൽ ഒട്ടനെ 3rd yearലോട്ട് പോയിട്ടിരിക്കും, അങ്ങനെ പറയുന്നവരുണ്ട്. അത് ഡിപ്പെൻസ് ആണ്, എല്ലായിടത്തും അത് ആപ്ലിക്കബിൾ അല്ല. അതാണ് എനിക്കുള്ള ഇവിടുത്തെ നിലവിൽ ജർമ്മനിയിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസും അല്ലാണ്ട് എനിക്കറിയാവുന്ന രീതിയിലുള്ള സോഴ്സസിലുള്ള എക്സ്പീരിയൻസും ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇനി ഹൗസ് ബിൽഡിങ്ങിന് എത്ര പൈസ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഈ ടൈമിൽ നിങ്ങൾക്ക് ഒരു 1500 ആയിരിക്കും നിങ്ങളുടെ ബ്രൂട്ടോ എന്ന് പറയുന്നത്, വിത്ത് ടാക്സോടെ. ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നെറ്റോ എമൗണ്ട് എന്ന് പറയുന്നത് 1200 ആയിരിക്കും. ഇതായിരിക്കും നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ് ഈ ഒരു വർഷം കിട്ടുന്ന ഒരു പൈസ എന്ന് പറയുന്നത്. പിന്നെ ഇനിയും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെയുള്ള ആൾക്കാരോടും അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് ചോദിച്ച് കാര്യങ്ങളായിട്ട് ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.